സിസ്റ്റം തകരാറിലായി എന്ന് അദ്ദേഹം അവർ തന്നെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വയം രാജിവെച്ച് ഒഴിഞ്ഞു പോയി ഈ പാവപ്പെട്ട രോഗികളെ സഹായിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക. ഒരു ഡോക്ടർ റിട്ടയർഡായി പോയാൽ പകരം അതിന് യോഗ്യനായ ഒരാളിനെ DME ആയി നിയമിക്കാൻ പോലും കഴിയാത്ത ഈ ഗവൺമെൻറ് എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്. ഒരു ലാബിൽ നിന്നും ഒരു സ്കാനിങ് സെൻറ്ററിൽ നിന്നും ഒരു ഡോക്ടർ മാസം 2-3 ലക്ഷം രൂപ ബാങ്ക് വഴിയല്ല വാങ്ങുന്നത്. ആ മന്ത്രിയുടെ ഓഫീസ് ഒരു വഴിക്കും പേഴ്സണൽ സ്റ്റാഫുകൾ വേറൊരു വഴിക്കും പോവുകയാണ്. ഇത്രയും കഴിവുകെട്ട ഒരു സൂപ്രണ്ടിനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ റിപ്പോർട്ടുകളെല്ലാം കൂടി വാങ്ങിയിട്ട് മന്ത്രി പുഴുങ്ങി തിന്നുന്ന നടപടി അല്ലാതെ കാര്യമായ നടപടി എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾ ഗവൺമെൻറ് എല്ലാം വാങ്ങിക്കും. ലോൺ എടുത്ത് വാങ്ങുന്നെങ്കിൽ പിന്നെ ഗവൺമെൻറ് ആവശ്യം എന്താ? ഒരു HOD ലോണിന് അപേക്ഷ കൊടുക്കുന്നു, ലോണ് കിട്ടുന്നു. പണ്ടത്തെ വാർത്ത വായിക്കുന്ന ജോലിയായിരുന്നു. ആ വാർത്ത വായിക്കുന്ന ജോലി പോലെ മന്ത്രി ആരോ എഴുതി കൊടുക്കുന്നത് നേരെ ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് വായിക്കുകയാണ്. യൂറോളജി വിഭാഗത്തിലെ സങ്കീർണവും വിലയേറിയതുമായ അത്യാധുനിക ഉപകരണങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. ഈ ഉപകരണങ്ങൾ അശ്രദ്ധയോടുകൂടിയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇത് ഞാനല്ല പറയുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശസ്ത്രക്രിയകൾ മുടങ്ങിയിരുന്നു. ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ കുറവ് മൂലമാണ് ഇത്തരത്തിലൊരു ശസ്ത്രക്രിയ മുടങ്ങിയത് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വിവാദമായ ഒരു പരാതി ഉണ്ടായിരുന്നു. ഈ ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇത്തരത്തിലൊരു പരാതി കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ പേര് ഹാരിസ് എന്നാണ്. ഇദ്ദേഹമാണ് ഇത്തരത്തിലൊരു പരാതിയുമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. അതിനെ തുടർന്ന് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത് ഈ ആശുപത്രിയുടെ മുൻ കൗൺസിലറായിരുന്നു ശ്രീകുമാറാണ്. വിശദാംശങ്ങൾ നൽകുന്നത്. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ശസ്ത്രക്രിയകൾ മുടങ്ങുന്നത് എന്നാണ് ആ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടർ തന്നെ പറഞ്ഞത്, ഹാരിസ് ചിറയ്ക്കൽ. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? തീർച്ചയായും 100% ഉപകരണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു. ദീർഘമായ ഡോക്ടർ തന്നെ മെനയാന്ന് മാധ്യമങ്ങൾ പറഞ്ഞാൽ ഏതോ അടുത്ത 4-5 മാസം വരെയുള്ള രോഗികൾ ഫില്ലാണ്. അപ്പോൾ അതിനകത്ത് മറ്റൊരു കാര്യം കൂടി എനിക്ക് അതിനെ സൂചിപ്പിക്കാനുള്ളത്, ഈ 2023 ഇതിനെ സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തു. ആ പരാതിയുടെ പറയുന്നത് മാസങ്ങളായി ശസ്ത്രക്രിയകൾ മുടങ്ങിയിരിക്കുന്നു. അതായത് ഇന്ന് ഈ ഡോക്ടർ പറയുമ്പോഴല്ല, 23 മുതൽ ഇത് എനിക്ക് നേരിട്ട് അറിവുള്ളത്. അന്ന് 23 ഇദ്ദേഹം HOD അല്ല, ഇദ്ദേഹത്തിന് പകരം വാസുദേവൻ എന്ന് പറയുന്ന ഒരാളാണ് HOD. അതിനുശേഷം സതീഷ് കുറുപ്പ് വന്നു. അതിനുശേഷമാണ് ഇദ്ദേഹം വരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഉള്ള അറിവ് മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം മറ്റേ ഹോസ്പിറ്റലിൽ ട്രാൻസ്ഫർ ആയി ഇവിടെ വന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി നമുക്ക് ഈ ഒരു വൃക്ക മാറ്റിവെക്കലുമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആംബുലൻസ് ഡ്രൈവർമാർ വൃക്ക എടുത്തുകൊണ്ട് ഓടിയ ഒരു സംഭവം ഉണ്ടായിട്ട് വലിയ വിവാദമായ അന്ന് മുതൽ ഇത് ഒരു സ്ഥിരം നടപടിക്രമമായി നടന്നിരിക്കുക. ഒന്ന് വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ഒരിടത്തും മെഡിക്കൽ കോളേജിലില്ല. പിന്നെ യൂറോളജി വിഭാഗത്തിൽ ഡോക്ടർമാർ തന്നെ പരസ്പരം തമ്മിലടിക്കുന്ന അതിൻ്റെ രേഖകൾ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് ഈ ഉപകരണങ്ങൾ, ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അത് നല്ല രീതിയിൽ പരിപാലിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം, അതും രേഖകൾ നമ്മൾ പറയുന്നുണ്ട്. ഇതിൽ തന്നെ പറയുന്നു, യൂറോളജി വിഭാഗത്തിലെ സങ്കീർണവും വിലയേറിയതുമായ അത്യാധുനിക ഉപകരണങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. ഈ ഉപകരണങ്ങൾ അശ്രദ്ധയോടുകൂടിയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇത് ഞാനല്ല പറയുന്നത്, ജോയിൻറ്റ് DMEയും അവിടുത്തെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് HODമാരും അന്വേഷിച്ച കമ്മീഷൻ്റെ റിപ്പോർട്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ നിരവധിയായ പരാതികൾ നമ്മുടെ ആശുപത്രിയിലുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഡോക്ടർ പറഞ്ഞതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് 25ഓളം ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. രോഗികളെ നിരന്തരം പരിശോധിക്കുകയും ചികിത്സയും ചെയ്യുന്ന 25 ഡിപ്പാർട്ട്മെൻറ്റ്. അതിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ യൂറോളജി. ഈ യൂറോളജിയിലെ ഈ വിഷയം 23 മുതൽ പരാതി കൊടുക്കുന്നയാളും അത് കേസ് നടത്തുന്നയാളുമാണ്. നാളെ മനുഷ്യാവകാശ ഇത് സംബന്ധിച്ച് കേസുണ്ട്. അപ്പോൾ ഞാൻ കൊടുത്ത ആ പരാതിക്ക് കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് കൊടുത്ത മറുപടി വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിൽ ഡോക്ടർമാരും ഫാക്കൽറ്റിമാരും നേഴ്സുമാരും അത് ഉപയോഗിക്കുന്നു, താൽക്കാലിക ജീവനക്കാർ ആ മെഷീൻ ഉപയോഗിക്കുന്നു, അങ്ങനെ പലരും ഉപയോഗിക്കും. ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോവുകയാണ്. വഴിയെ പോകുന്ന എല്ലാ താൽക്കാലിക ജീവനക്കാരും വന്ന് ഈ മെഷീൻ എങ്ങനെ ഉപയോഗിക്കുക? അപ്പം ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത മറുപടിയാണ് സൂപ്രണ്ട് കൊടുത്തത്. അതുമാത്രവുമല്ല, ഇത്തരത്തിൽ ആശുപത്രികളിൽ ഓപ്പറേഷൻ നടക്കുന്നില്ല എന്ന് പരാതി നൽകുന്ന ആൾക്കാർ ചിത്രശക്തികളാണ്. അവർ ഈ ആശുപത്രിയെ തകർക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം പരാതികളുമായി പോകുന്നത് എന്ന് വെറും നിരുത്തരവാദപരമായ ഒരു മറുപടി സൂപ്രണ്ട് കൊടുത്തിരിക്കുന്നു. അതിന് അല്ല, അദ്ദേഹം പറയുന്നതിന് ഘടകവിരുദ്ധമായി സത്യത്തെ കാര്യം ഇദ്ദേഹം പറഞ്ഞല്ലോ. വകുപ്പ് മേധാവി തന്നെ പറഞ്ഞിരിക്കുന്നു ഓപ്പറേഷൻ നടക്കുന്നില്ല. ഇത് 3 വർഷം മുമ്പ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിന് സൂപ്രണ്ട് കൊടുത്ത മറുപടി ആശുപത്രിയെ തകർക്കാൻ ചിത്രശക്തി, പരാതി കൊടുക്കുന്നവരെല്ലാം ഇവർക്കെതിരാണ്, ചിത്രശക്തിയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് തുറന്നു പറഞ്ഞാൽ ഈ യൂറോളജി HOD എന്ത് ശക്തിയെന്ന് വിളിക്കും? അദ്ദേഹം സത്യം തുറന്നു പറഞ്ഞു. അദ്ദേഹത്തിന് 25ഓളം വിഭാഗത്തിലെ കാര്യങ്ങൾ എനിക്ക് നേരിട്ടറിയാം.
ഈ തിരുവനന്തപുരം മെഡിക്കൽ 43 ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നേരിട്ട് രോഗികളെ പരിശോധിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്. രോഗികളുമായിട്ട് നിരന്തരം നേരിട്ട് സമ്പർക്കം പുലർത്തി ഈ പരിശോധന നടത്തുകയും ശസ്ത്രക്രിയ നടത്തുകയും ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഈ പരാതിയുണ്ട്. ഇദ്ദേഹം തുറന്നു പറയാൻ തയ്യാറായി. അദ്ദേഹത്തെ പൂർണ്ണമായി ഞങ്ങൾ അഭിനന്ദിക്കുകയും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണ്. പക്ഷേ ഇതിനു മുമ്പ് അവിടെ ഒരു ഉപകരണം ഒരു ഡോക്ടറെ നശിപ്പിച്ചു എന്നുള്ള റിപ്പോർട്ട് വന്ന ആ വിഷയത്തിൽ ഈ ഡോക്ടർ ഈ പറഞ്ഞ സത്യസന്ധത കാണിച്ചില്ല. അദ്ദേഹം മനുഷ്യാവകാശ കമ്മീഷനെ നേരിട്ട് ചെന്ന് കണ്ട് ബോധ്യപ്പെടുത്തി യന്ത്രം സാധാരണ നിലയിൽ തകരാറായിപ്പോയതാണ്. പക്ഷേ എനിക്ക് മനസ്സിലാകുന്നത് ഈ സൂപ്രണ്ട് കൊടുത്ത റിപ്പോർട്ട് നേരെ തിരിച്ചുമാണ്. അതായത് വഴിയെ പോകുന്ന ജീവനക്കാർ നേഴ്സുമാർ ഈ യന്ത്രം ഉപയോഗിക്കുന്നവരല്ല. ഈ ഫാക്കൽറ്റി തന്നെ ഉപയോഗിക്കണമെങ്കിൽ അത് ബന്ധപ്പെട്ട അവരുടെ ചീഫിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അത്രയും വിലയുള്ളതും സങ്കീർണമായ ഉപകരണമാണെന്ന് അന്നത്തെ ജോയിൻറ്റ് DMEയും മറ്റ് ഡോക്ടർമാരും നൽകിയ റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എന്ത് സംഭവിച്ചാലും തടി ഊരിപ്പോകുന്ന മന്ത്രി തന്നെ ഇന്നലെ പറയുന്നത് കേട്ടു, ഓപ്പറേഷൻ മാറ്റി വെച്ചിട്ടില്ല, എല്ലാം നടന്നു. ഡോക്ടർ പറയുകയാണ് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ മാസങ്ങളോളം മാറ്റി വയ്ക്കുകയാണ്. ഞാൻ 2023 മുതൽ പറയുന്ന കാര്യം ഡോക്ടറും കൂടി സാക്ഷ്യപ്പെടുത്തത് കൂടി ഞാൻ പറഞ്ഞ സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. എന്തു തന്നെ ആയാലും ഇത് ഈ വിഭാഗത്തിലെ മാത്രമല്ല, ഞാൻ വളരെ വലിയ ഒരു രോഗിക്കുണ്ടായ ഒരു ദുഃഖകരമായ കാര്യം കൂടി ഞാൻ പറയാം. ഈ ക്യാൻസറുമായി ബന്ധപ്പെട്ട് റേഡിയേഷൻ നടത്തുന്ന തൈറോയ്ഡ് ക്യാൻസറിൻ്റെ റേഡിയേഷൻ നടത്തേണ്ട ഒരു ചികിത്സാ സംവിധാനമുണ്ട്. അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ള ഒരു മിഷൻ എന്ന് പറഞ്ഞാൽ ലോ ആയിട്ട് മാത്രമേ അതിൻ്റെ റേഡിയേഷൻ നടത്താൻ സാധിക്കുള്ളൂ. ഹൈ ലെവൽ ഡോസ് ചെയ്യണമെങ്കിൽ അതിന് വില കൂടിയ വലിയൊരു ഉപകരണം വേണ്ടി വരും. തിരുവനന്തപുരത്ത് പോയ ഒരു പേഷ്യൻറ്റിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്തിരിക്കുകയാണ്. അവിടെ മാത്രമേ ഈ ഉപകരണമുള്ളൂ. അവിടെ ചെന്നപ്പോൾ അവർക്ക് ലഭിച്ചത് 6 മാസം കഴിഞ്ഞുള്ള ഡേറ്റാണ്. അപ്പോൾ ഈ ക്യാൻസർ രോഗി വെളിയിൽ പോവുകയാണെങ്കിൽ ഡെയിലി 15,000-20,000 രൂപ ചിലവായി. അപ്പോൾ ഇത്രയും നാൾ അവർ ചികിത്സ മുടങ്ങുകയാണ്. അതേസമയം മറ്റൊരു കാര്യം കൂടി പറയും, RCCയിലാണ് ക്യാൻസറിൻ്റെ ഏറ്റവും വലിയ ചികിത്സാ സംവിധാനം. ആ RCC പോലും ഈ ഉപകരണം ഇല്ല. അപ്പോൾ കേരളത്തിൽ സർക്കാർ മേഖല ആകെ കോഴിക്കോട് മാത്രമേ ഉള്ളൂ. ഈ പാവപ്പെട്ട രോഗി തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് പോയാലും അവർക്ക് അവിടെ ഡേറ്റ് ഇട്ട് കൊടുക്കത്തേ ഉള്ളൂ. അപ്പോൾ ഈ നമ്പർ 1 കേരളം എന്ന് മന്ത്രി പറയുകയാണ്. എപ്പോഴിത് മന്ത്രി PR വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കേരളത്തിൽ നമ്പർ 1 ആരോഗ്യമേ. മന്ത്രി വെറും പച്ചക്കള്ളമാണ് പറയുന്നത്. ഇന്നലെ തന്നെ പറഞ്ഞു 800 കോടിയുടെ വികസനം മാസ്റ്റർ പ്ലാൻ കിഫ്ബി വഴി അവിടെ പദ്ധതികൾ നടപ്പാക്കി. ഞാൻ മന്ത്രിയെ വെല്ലുവിളിക്കാം. മന്ത്രി പറയുന്ന സ്ഥലത്ത് പറയുന്ന നേരത്ത് ഞാൻ ചെല്ലാം. എങ്ങനെയാണ് 800 കോടി രൂപയുടെ എന്തൊക്കെ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് പൊതുസമൂഹത്തോട് മന്ത്രിക്ക് പറയാൻ സാധിക്കുമോ? മന്ത്രി ഒരു പത്രക്കുറിപ്പിറക്കിയിട്ട് 800 കോടി ഇന്ന വികസന പ്രവർത്തനം ഞങ്ങൾ നടത്തി എന്ന് പറയാൻ സാധിക്കുമോ? ഇത് പണ്ടത്തെ വാർത്ത വായിക്കുന്ന ജോലിയായിരുന്നു. ആ വാർത്ത വായിക്കുന്ന ജോലി പോലെ മന്ത്രി ആരോ എഴുതി കൊടുക്കുന്നത് നേരെ ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് വായിക്കുകയാണ്. ഇങ്ങനെയൊന്നും നടത്തിയിട്ട് തടി തപ്പി ഊരാൻ പോകാൻ പറ്റുന്നില്ല. ഈ പാവപ്പെട്ട രോഗികൾ മരണത്തിലേക്ക് തള്ളിവിടുന്ന നിരവധിയായ സംഭവങ്ങൾ ആശുപത്രി ഉണ്ടാകുന്നു. അപ്പോൾ ഈ സത്യസന്ധമായി ഇപ്പോൾ അന്വേഷിക്കാൻ ഒരു കമ്മീഷൻ നിയമിച്ചു, നല്ല കാര്യം. പക്ഷേ ആ കമ്മീഷൻ തരുന്ന റിപ്പോർട്ടുകൾ യഥാവിധി സമയത്ത് പഠിച്ച് അതിൽ നടപടിയെടുക്കണം. എൻ്റെ അറിവിൽ വേഗം 150-200 റിപ്പോർട്ടുകൾ മന്ത്രി ഇതുപോലെ ആവശ്യപ്പെട്ടു. വിവിധ വിഷയം ഇപ്പോൾ കോഴിക്കോട് കാഷ്വാലിറ്റി കത്തിപ്പോയപ്പോൾ അതും റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. മെഡിക്കൽ കോളേജിൽ തന്നെ 100-ലധികം റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകളെല്ലാം കൂടി വാങ്ങിയിട്ട് മന്ത്രി പുഴുങ്ങി തിന്നുന്ന നടപടി അല്ലാതെ കാര്യമായ നടപടി എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഈ പാവപ്പെട്ട കേരളത്തിലെ ജനങ്ങളോട് നീതി പുലർത്തിക്കൊണ്ട് രാജിവെച്ച് പുറത്തു പോകണം എന്നാണ് വിനയപൂർവ്വം എനിക്ക് പറയാനുള്ളത്. സാധാരണക്കാരാണ് ദിവസേന ഈ ഒരു ചികിത്സയ്ക്ക് വേണ്ടി മെഡിക്കൽ കോളേജുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും അവർക്ക് അത്യാവശ്യ ചികിത്സ പോലും ലഭ്യമാക്കാൻ ഈ ഒരു മെഡിക്കൽ കോളേജിൽ നിന്നും സാധ്യമല്ല. എന്തുകൊണ്ടാണ് ഡോക്ടർ ഈ അനാസ്ഥ തുടരുന്നത്? ഈ അനാസ്ഥ തുടരുന്നത് എന്ന് പറയുമ്പോൾ ഇപ്പം ബന്ധപ്പെട്ട ഡോക്ടർമാർ ഓരോ വിഭാഗത്തിൻ്റെ HODമാർ കത്ത് കൊണ്ട് കൊടുക്കുകയാണ്. ഏത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കും, അല്ലെങ്കിൽ പ്രിൻസിപ്പാളിൻ്റെ. ഈ 2 സ്ഥലത്തെ ഇവർക്ക് കൊടുക്കാനുള്ള അവകാശമുള്ളൂ. മന്ത്രിയുടെ അടുത്തോ DMEയുടെ അടുത്തുനിന്ന് കൊണ്ടു കൊടുക്കാൻ അവകാശമല്ല. പക്ഷേ ഇവിടെ കൊണ്ടു കൊടുക്കുന്ന കത്തുകൾ അല്ലെങ്കിൽ അവിടെ കൊണ്ടു കൊടുക്കുന്ന പരാതികൾ പരിശോധിച്ചിട്ട് അടിയന്തിരമായി എന്ത് ചെയ്യണം എന്ന് ഈ മേലധികാരികൾക്ക് ചെയ്യാനുള്ള കഴിവോ പ്രാപ്തിയോ ഇല്ല. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും എൻ്റെ ജീവിതം ഞാൻ 30 വർഷത്തോളം ഈ ആരോഗ്യ വകുപ്പുമായിട്ടും ഈ മെഡിക്കൽ കോളേജിൽ ബന്ധപ്പെട്ട് ഇത്രയും കഴിവുകെട്ട ഒരു സൂപ്രണ്ടിനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സ്വന്തമായി ഒരു കാര്യവും ചെയ്യാൻ പ്രാപ്തിയോ കഴിവോ ഇല്ലാത്ത ഏറാൻ മൂളികളെ മന്ത്രിയുടെ ഇഷ്ടത്തിന് അവിടെ നിയമിക്കുകയാണ്. അവിടെ നടക്കുന്നത് എന്താണ്? മന്ത്രി പറഞ്ഞാൽ, MLA പറഞ്ഞാൽ, CPM നേതാക്കൾ പറഞ്ഞാൽ അവിടെ താൽക്കാലിക നിയമനങ്ങൾ മുഴുവൻ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ അഴിമതി മാത്രമാണ് അവിടെ നടക്കുന്നത്. അഴിമതിക്ക് വേണ്ടി ഇവർ പറയുന്ന എന്ത് അഴിമതിയും ചെയ്യാൻ പ്രാപ്തനായ ഒരാളിനെ അവിടെ നിർത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ദുരന്തം അനുഭവിച്ചത്. ഇപ്പോൾ കാർഡിയോളജിയിൽ ഒരു കാത്ത് ലാബ് പൂട്ടിയിട്ട് 10 മാസം കഴിഞ്ഞു.
3 മാസത്തിനുള്ളിൽ അത് പൂർത്തിയാക്കി ജനങ്ങൾക്ക് രോഗികൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞ് സൂപ്രണ്ട് പത്രക്കുറിപ്പ് ഇറക്കി. ഇപ്പോൾ 10 മാസം കഴിഞ്ഞു. അവിടെ കാത്ത് ലാബിൽ ചികിത്സിക്കാൻ സൗകര്യമില്ല. ഇതേപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഇതാണ് അവസ്ഥ. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഞാൻ വളരെ രസകരമായി എനിക്ക് തോന്നിയ പഴയ ചില മിനിറ്റ്സുകൾ ഞാൻ ഇന്നെടുത്ത് പരിശോധിച്ചപ്പോൾ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പാരഗ്രാഫ് ഞാൻ കണ്ടു. അതിൽ പറയുന്നത് യൂറോളജി വിഭാഗത്തിന് ആവശ്യമായ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ലോൺ എടുത്ത് വാങ്ങാൻ കമ്മിറ്റി തീരുമാനിച്ചു എന്നാണ്. ഇന്നലകളിൽ മന്ത്രിയും പ്രിൻസിപ്പാളും പറഞ്ഞത് ഞങ്ങൾ ആവശ്യമുള്ള 60 ലക്ഷം 30 ലക്ഷമൊക്കെ ഓരോ വർഷം കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ലോൺ എടുത്ത് നമ്മൾക്ക് കാറും സ്കൂട്ടറും ഒക്കെ ലോൺ എടുത്ത് വാങ്ങില്ല. അതുപോലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ലോൺ എടുത്ത് വാങ്ങാൻ അനുവാദം കൊടുത്തു എന്നുള്ള ഒരു മിനിറ്റ്സ് കണ്ടപ്പോൾ രാവിലെ ഞാൻ എടുത്ത് ചിരിക്കുകയായിരുന്നു. കാര്യം ഇതാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ഗവൺമെൻറ് എല്ലാം വാങ്ങിക്കും. ലോൺ എടുത്ത് വാങ്ങുന്നെങ്കിൽ പിന്നെ ഗവൺമെൻറ് ആവശ്യം എന്താ? ഒരു HOD ലോണിന് അപേക്ഷ കൊടുക്കുന്നു, ലോൺ കിട്ടുന്നു. ഇതാണ് അവിടെ നടക്കുന്നത്. ഉപകരണങ്ങൾ വാങ്ങാൻ വേണ്ടി ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഹൈദരാബാദിൽ നിന്നും എത്രയും പെട്ടെന്ന് എത്തുമെന്നാണ് മറ്റു ഡോക്ടർമാർ പറയുന്നത്. ഈ ഹാരിസ് ഡോക്ടർ പരാതി ഉന്നയിച്ചത് കൊണ്ട് തന്നെ മറ്റു ഡോക്ടർമാരൊക്കെ എതിരഭിപ്രായമാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു എതിരഭിപ്രായം ഉന്നയിക്കാനുള്ള കാരണം? ഈ ഹാരിസ് ഡോക്ടർ പറയുന്നത് ശരിയാണ്. ഇത് എഴുതി കൊടുത്തു. ഇത് ഹൈദരാബാദിൽ നിന്ന് ഇവിടെ എറണാകുളത്ത് വന്ന് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർജറി വിതരണം ചെയ്യുന്ന സ്ഥാപനത്തിൽ വരും. പക്ഷേ ഇത് അദ്ദേഹം വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് എഴുതി കൊടുത്തല്ലോ. ഏകദേശം 1 വർഷം മുമ്പ് മന്ത്രിയുടെ PS-നോട് ഇത് പറഞ്ഞു. മന്ത്രിയുടെ PS ഇദ്ദേഹത്തെ വിളിപ്പിച്ചത് മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങൾ പരിശോധിക്കാനായിരുന്നില്ല. നിങ്ങളും കേട്ട് കാണുമല്ലോ. അദ്ദേഹം ഏതോ പേഷ്യൻ്റ് അവിടെ പറഞ്ഞു വിട്ടു. ആ പേഷ്യൻറ്റിനോട് വളരെ സൗഹാർദ്ദമായി ഇദ്ദേഹം സംസാരിച്ചില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തെ വിളിച്ച് ശാസിക്കാൻ ശാസനയെല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട ഡോക്ടർ പറഞ്ഞു എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്, ഇതുപോലെയുള്ള കാര്യങ്ങൾ കൂടി ഉണ്ടെന്ന് 1 വർഷം മുമ്പ് പറഞ്ഞെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ മന്ത്രിയുടെ PS-ന് അതിന് നടപടി എടുത്തുകൂടായിരുന്നു? 1 വർഷം മുമ്പ് ഇങ്ങനെ സാഹചര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ മന്ത്രിക്ക് ഇത് അറിയില്ല എന്ന് മന്ത്രി പറഞ്ഞു. അപ്പോൾ മന്ത്രിയുടെ PS-നോട് നമ്മൾ പറഞ്ഞാൽ അത് മന്ത്രി അറിയത്തില്ല. ആ മന്ത്രിയുടെ ഓഫീസ് ഒരു വഴിക്കും പേഴ്സണൽ സ്റ്റാഫുകൾ വേറൊരു വഴിക്കും പോവുകയാണ്. ഇദ്ദേഹം മന്ത്രിയുടെ PS എന്ന് പറയുന്നത് സജീവൻ AK സെൻറ്ററിലെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ AK സെൻറ്ററിനെ അടക്കി ഭരിച്ചിരുന്ന ഒരാൾ മന്ത്രിയുടെ ഓഫീസിൽ വന്ന് മന്ത്രിയുടെ ഓഫീസിനെ മന്ത്രിയെ അടക്കി ഭരിക്കുകയാണ്. ബന്ധപ്പെട്ട ഡോക്ടർമാരെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം അത് DMO പ്രിൻസിപ്പാളിനെ വിളിച്ചു പറഞ്ഞ് അത് പ്രശ്നം പരിഹരിക്കുന്നതിന് ഒരു നടപടി എടുത്തില്ല എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇത് പറയുന്നത് ഈ ഡോക്ടർ മാത്രമല്ല മറ്റെല്ലാ ഡോക്ടർമാരും പറയുന്നത് ശരിയാണ്. അവിടെ ഒരു കാര്യം വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് ചെയ്തു കൊടുക്കാനൊരു സംവിധാനമില്ല. അതിൽ മന്ത്രി പറഞ്ഞത് ഈ സിസ്റ്റം തകരാറിലായി. ഈ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ തലപ്പത്തിരിക്കുന്ന ആരാണ്? അത് ആരോഗ്യമന്ത്രിയല്ലേ. അപ്പോൾ ഈ സിസ്റ്റം തകരാറിലായാൽ അതിൻ്റെ ഉത്തരവാദിത്തം ആരോഗ്യമന്ത്രിയാണ്. ആ ആരോഗ്യമന്ത്രി ഈ സിസ്റ്റം തകരാറിലായി എന്ന് അവർ തന്നെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വയം രാജിവെച്ച് ഒഴിഞ്ഞു പോയി ഈ പാവപ്പെട്ട രോഗികളെ സഹായിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ശസ്ത്രക്രിയ മുടങ്ങിയിട്ടും മറ്റു ഡോക്ടേഴ്സ് അങ്ങനെ ഒരു പ്രശ്നം അവിടെ നടന്നിട്ടില്ല, ബുദ്ധിമുട്ട് ജനങ്ങൾക്കില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഡോക്ടേഴ്സ് മാറ്റി അഭിപ്രായം? തെറ്റാണ്, അത് തെറ്റാണ്. കാര്യം ഞാൻ എൻ്റെ രേഖാമൂലമുള്ള പരാതി കണ്ടല്ലോ, 23-ൽ കൊടുത്ത പരാതിയാണ്, ഇന്ന് നടന്നുകൊണ്ടിരിക്കുക. ഇദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങനെ തുറന്നു പറയാൻ തയ്യാറായി എന്ന് വെച്ചാൽ ഞാൻ ആരെയൊന്നും കൈക്കൂലി വാങ്ങുന്ന ആളല്ല, ഞാൻ ലാബുകളിൽ നിന്ന് കമ്മീഷൻ വാങ്ങുന്ന ആളല്ല. ഇങ്ങനെ നെഞ്ചിൽ കൈവച്ച് പറയാൻ എത്ര ഡോക്ടർക്ക് പറ്റും എന്നുള്ളത് എനിക്കറിയാം. ഈ കൈക്കൂലിയും അഴിമതിയും ചെറിയൊരു കാര്യമല്ല, കള്ളപ്പണ ഇടപാടാണത്. ഒരു ലാബിൽ നിന്ന് ഒരു സ്കാനിങ് സെൻറ്ററിൽ നിന്നും ഒരു ഡോക്ടർ മാസം 2-3 ലക്ഷം രൂപ ബാങ്ക് വഴിയല്ല വാങ്ങുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 100 കണക്കിന് ഡോക്ടർമാർ ഇങ്ങനെ വാങ്ങിയാൽ എത്ര കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടാണ് ഒരു മാസം നടക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് നട്ടലുള്ളവൻ, ആർജവമുള്ളവൻ, വല്ലവൻ്റെ പോക്കറ്റിൽ നിന്ന് കൈയിട്ട് വരാത്ത ഡോക്ടർമാർക്കെല്ലാം ഇത് പറയാൻ പറ്റും. രോഗികളുടെ കയ്യിൽ നിന്നും കമ്പനികളിൽ നിന്നും ലക്ഷങ്ങൾ കൈപ്പറ്റുന്നവർക്ക് ഇത് പറയാൻ സാധിക്കില്ല. ഈ നട്ടലുള്ള ഒരാളിനെ പറയാൻ സാധിക്കും. അത്രമാത്രം ഇതിനകത്ത് കണക്കാക്കിയാൽ മതി. അദ്ദേഹം നട്ടലുള്ള ഒരാളാണ്, അദ്ദേഹം കൈക്കൂലിക്കാരനല്ല, അദ്ദേഹം കമ്മീഷൻ ഏജൻ്റ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മിഷൻ അടിച്ചു പൊട്ടിച്ചിട്ട് 5 ലക്ഷം രൂപയുടെ ഉപകരണം വാങ്ങിച്ചാൽ കമ്മീഷൻ കിട്ടും. അതിനുവേണ്ടിയാണ് ഒരാൾ ആ പണി ചെയ്തത്. അതുപോലും കണ്ടെത്തി ശിക്ഷിക്കാൻ ഈ ഗവൺമെൻറ് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത് മന്ത്രി വളരെ ഗൗരവമായി ചെയ്യണം. അല്ലെങ്കിൽ മന്ത്രി രാജിവെച്ച് പോയി കഴിവുള്ള ഒരു ആരോഗ്യമന്ത്രിയെ കണ്ടെത്തണം. എങ്കിൽ മാത്രമേ ഈ ആരോഗ്യ വകുപ്പ്, മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാത്തിനും ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകും. അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെയില്ല. കൂടാതെ അമ്മയും കുഞ്ഞും ബ്ലോക്കിൻ്റെ പ്രവർത്തനം 9 വർഷമായി പൂർത്തിയാക്കിയിട്ടും തുടർ നടപടികളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ ഡോക്ടേഴ്സ് തയ്യാറാകുന്നില്ല. എന്താണ് ഇതിൻ്റെ? തീർച്ചയായിട്ടും അമ്മയും കുഞ്ഞും ബ്ലോക്കല്ല, മെറ്റേണിറ്റി ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഞാൻ അവിടെ കൗൺസിലറായിരിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ 2 നിലകൾ അന്ന് പൂർത്തീകരിക്കുക. പിന്നീട് അതിൽ ഒരു നില OPക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. ബാക്കി 3 നിലകൾ ICU, വെന്റിലേറ്റർ, പ്രസവ റൂം, ലേബർ റൂം ഉൾപ്പെടെയുള്ള വൻ സംവിധാനം അത് ഈ പറഞ്ഞതുപോലെ കിഫിയിൽ നിന്ന് 30-40 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. അത് ഈ 9-10
14 വർഷം കൊണ്ട് അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. ആ പൂട്ടിയിട്ടിരിക്കുന്നത് തുറന്നു കൊടുക്കാൻ പറ്റുന്നില്ല. ആവശ്യത്തിന് ജീവനക്കാരെ അവിടെ നിയമിക്കാൻ പറ്റും. PSCയിൽ നിന്നും ഒഴിവുകൾ നികത്താൻ സാധിക്കുന്നില്ല. എത്രയോ ഡോക്ടർമാരെ ഒഴിവ് അവിടെ കിടപ്പുണ്ട്. എത്രയോ നേഴ്സുമാരെ ഇപ്പോൾ ഡോക്ടർമാരെയും നേഴ്സുമാരെയും കൂടി ഈ സ്വകാര്യ ഏജൻസികൾ നിയമിക്കാമെന്ന് ഉത്തരവ് ഇറക്കിയിരിക്കുന്ന ഗവൺമെൻറ്റാണ്. നമുക്കറിയാം കൊച്ചുകുട്ടികൾ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചികിത്സ സൗജന്യമായ നിരവധി പദ്ധതികളുണ്ട്. നിയമം അതാണ്. പക്ഷേ OP ടിക്കറ്റിന് ഒരു 5 വയസ്സുള്ള കുട്ടിയെ കൊണ്ട് തന്നെ OP ടിക്കറ്റ് പൈസ കൊടുത്ത് വാങ്ങേണ്ട ഗതികേടിൽ ആക്കിയിരിക്കുകയാണ്. അതാണ് നമ്പർ 1 കേരളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആരോഗ്യമന്ത്രി പറയുന്നതും പ്രവർത്തിക്കുന്നതുമായി യാതൊരു ബന്ധവുമില്ല. ഈ ആരോഗ്യ വകുപ്പ് സർക്കാർ മെഡിക്കൽ കോളേജ് തകർന്നടിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഒരു കാര്യം കൂടി പറയാം. DME എന്ന് പറയുന്ന സ്ഥാനത്ത് ഒരാൾ ഇപ്പം നിലവിലില്ല. DMEയുടെ താൽക്കാലിക ചുമതലയാണ് മറ്റൊരു ഡോക്ടറിൻ്റെ. DME റിട്ടയർഡായി പോയിട്ട് എത്രയോ മാസമായി. അവിടെ പകരം മെഡിക്കൽ വിദ്യാഭ്യാസം തലപ്പത്ത് ആളില്ല, തലവൻ തന്നെ ഇല്ല. അപ്പോൾ ഇത് കുത്തഴിഞ്ഞ നിലയ്ക്കല്ലേ പോകത്തുള്ളൂ. ഒരു ഡോക്ടർ റിട്ടയർഡായി പോയാൽ പകരം അതിന് യോഗ്യനായ ഒരാളിനെ DME ആയി നിയമിക്കാൻ പോലും കഴിയാത്ത ഈ ഗവൺമെൻറ് എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ PR വർക്ക് കൊണ്ട് മാത്രം പാവപ്പെട്ട രോഗികളുടെ അസുഖം മാറത്തില്ല. അവർക്ക് ചികിത്സ വേണം. ചികിത്സിക്കാൻ ഡോക്ടർ വേണം, അതിനുള്ള ഉപകരണങ്ങൾ വേണം, അതിനുള്ള മരുന്നുകൾ വേണം, മറ്റ് സജ്ജീകരണങ്ങൾ വേണം. ഇതൊന്നും മെഡിക്കൽ കോളേജുകളിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോലും ലഭിക്കുന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ പൊതുസമൂഹം ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ മന്ത്രിക്ക് ഒരു നിമിഷം പോലും ഈ സിസ്റ്റം തകർന്നു എന്ന് പറയുന്ന മന്ത്രിക്ക് ഈ സിസ്റ്റത്തിൻ്റെ തലപ്പത്ത് ഇരിക്കാൻ ഒരു നിമിഷം പോലും അവകാശമില്ല. അതുകൊണ്ട് ഈ സ്ഥാനം ഒഴിഞ്ഞ് ഈ പാവപ്പെട്ട രോഗികൾക്ക് നന്മ ചെയ്യണമെന്നാണ് വിനീതമായി പറയാനുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സാധാരണക്കാരാണ് ദിനംപ്രതി ചികിത്സക്കായി എത്തുന്നത്. എന്നിരുന്നാൽ കൂടി ഇവർക്ക് ചികിത്സ നിഷേധിക്കപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ ശസ്ത്രക്രിയകൾ മുടങ്ങിയിരുന്നു. അതിനോടനുബന്ധിച്ചാണ് പരാതികളും വന്നത്. എന്നാൽ ഇതിലൊന്നും പ്രതികരിക്കാൻ വീണ ജോർജും അതായത് ആരോഗ്യമന്ത്രി വീണ ജോർജ് തയ്യാറാകുന്നില്ല. കൂടാതെ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രിയും ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറാകുന്നത്. ഇതിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ക്യാമറാമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.